ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2ൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രണ്ട് വീടുകളാണ്. കൃഷ്ണമംഗലം ദേവമംഗലം എന്ന് പറഞ്ഞിട്ട് രണ്ട് വീടാണ് കാണിക്കുന്നത്. അവിടെ ഗോമതി, നമ്മുടെ ഗോമതി, കഥാനായിക ഗോമതി ഇങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കോലം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യഭഗവാൻ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വര, ഇന്ന് ബാലേട്ടന് ദേഷ്യപ്പെടാനൊന്നും അവസരം ഒരുക്കരുത്. ഇതേ ബാലേട്ടൻ ഇന്ന് എല്ലായിടത്തും സ്നേഹത്തോടെ പെരുമാറണേ. അപ്പുറത്തെ വീട്ടുകാരായിട്ട് ഒരു പ്രശ്നത്തിനും ഇന്ന് ഇടവരുത്തില്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ഗോമതി അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ അവിടെ രാവിലെ തന്നെ കോലം വരച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ഇന്ന് പതിവിൽ അത് രാവിലെ തന്നെ കോലമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ വരച്ചതിനേക്കാളും വലിയ കോലം വരച്ചിരിക്കുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അതിനേക്കാളും വലിയ കോലം എനിക്ക് വരക്കണം എന്ന് പറഞ്ഞിട്ട് വരച്ച കോലം ഒന്നും കൂടി വലുതാക്കുവാട്ടോ ഗോമതി. ആ സമയത്ത് അവിടെ ബാലൻ ഓടിയെത്തുവാണ്. ബാലൻ്റെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തുന്ന ബാലൻ അനുമോളും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രണ്ട് ആമക്കളും കൂടെ തന്നെ ഉണ്ട്. അതായത് രണ്ട് ആമക്കൾ ആനന്ദും അതുപോലെ തന്നെ ആകാശും. അപ്പം അങ്ങനെ രണ്ട് ആമക്കളത്തും അനുമോളത്തും പറയുന്നുണ്ട്, ദേ നല്ല ചൂട് വടയാണ്, എല്ലാവരും ചൂടോടുകൂടി തന്നെ കഴിക്കുക എന്ന് പറയുവാണ്. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടൻ ഈ എണ്ണക്കടി മേടിക്കണത് ഒന്ന് നിർത്താവോ, ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, എൻ്റെ ഗോമതി, ഞാൻ ദേ ഈ ആണെന്നുണ്ടായപ്പോൾ തൊട്ട് മേടിക്കാൻ തുടങ്ങിയതാ രാവിലെയുള്ള ഈ വട. ഇതേ സാധാരണ വടയല്ല, നല്ല നാടൻ എണ്ണ കൊണ്ട് ഉണ്ടാക്കിയ വടയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം കഴിക്കാൻ കൊടുക്കണം. അതിനുശേഷം ബാലൻ ചോദിക്കണ്ടേ, ഗോമതി, നിന്റെ ബാക്കി രണ്ട് മക്കൾ എഴുന്നേറ്റില്ലേ? ബാക്കി രണ്ട് മക്കളോ? അതെ, നിന്റെ ആര്യനും അതുപോലെ തന്നെ ധർമ്മജനും, അതും നിന്റെ മകൻ തന്നെയാണല്ലോ, നിന്റെ അനിയൻ എന്ന് പറയുമ്പോഴേക്കും ഗോമതി മനസ്സിൽ വിചാരിക്കണം, അതെ അതിൻ്റെ മകൻ തന്നെയാണ്, അവരില്ലെങ്കിൽ കാണായിരുന്നു നമ്മൾ രണ്ടും രണ്ടായാനെ എന്ന് ഗോമതി മനസ്സിൽ വിചാരിക്കണം. എന്താ നീ വിചാരിച്ചത്? ഒന്നുമില്ല, അവർ എഴുന്നേറ്റു പാലേട്ട, അവർ കുളിക്കാൻ പോയിരിക്കുക എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ഗോമതി ഓടിപ്പോവാണ്ട് രണ്ടുപേരും നല്ല ഉറക്കുവാട്ടോ. എന്നിട്ട് എഴുന്നേൽപ്പിക്കണ്ട, ധർമ്മജ എഴുന്നേക്കട, ആര്യ എഴുന്നേക്കട, അച്ഛൻ വന്നു, വേഗം എഴുന്നേക്കെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഒരു പാക്കറ്റ് നിറച്ചും വെള്ളമായിട്ടുണ്ട് വരുന്നത്. ആ വെള്ളം അങ്ങനെ തന്നെ ആര്യൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മജനായിട്ടുള്ള നമ്മുടെ ഗോമതിയുടെ അനിയൻ്റെ മേത്തേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ചന്തിയിലൊക്കെ വെയിൽ വന്നാൽ പോലും നിങ്ങളൊന്നും എഴുന്നേക്കില്ലെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുക കേട്ടോ. അതിനുശേഷം പോയി കുളിക്കടാന്ന് പറയുമ്പോഴേക്കും ആര്യം പറയുന്നുണ്ട്, അതിനച്ഛൻ കുളിപ്പിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും, നീ എന്താണ് നിങ്ങനെ തലതിരിഞ്ഞവനായി പോയത്? എൻ്റെ ബാക്കി മക്കളൊന്നും കുഴപ്പമില്ല, നോക്ക് അവിടെ എല്ലാവരും കുളിച്ച് രാവിലെ തന്നെ പ്രാർത്ഥനയും കഴിഞ്ഞത് ആനന്ദ് ജോലിക്ക് പോകാൻ പോവുക, അവൾ പഠിക്കാൻ പോകാൻ പോവുക, അവരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഒന്നിനും കൊള്ളാത്തവനായി പറന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക കേട്ടോ ആര്യനെ. ആ സമയത്ത് ഗോമതി പറയണ്ട, അവൻ നന്നാവുമെന്നേ, അവന് നന്നാവും എന്നൊക്കെ പറയണം. ഇവനെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് അവനെപ്പോലെ വല്ല കടയിലും വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ബാലൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആര്യം കുളിക്കാൻ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് നമ്മുടെ ചെറുമകൾ, അതായത് അവിടുത്തെ ചെറുമകളുണ്ട്, അവരുടെ മിത്ര പേര്, മിത്രയുടെ പെണ്ണ് കാണൽ ചടങ്ങാട്ടോ നടക്കുന്നത്. ആ പെണ്ണ് കാണാൻ വന്നവര് നമ്മുടെ ദേവമംഗലത്ത്, അതായത് ബാലൻ്റെ വീട്ടിലെ പൈപ്പിൻ്റെ മുകളിൽ കൂടിയാണ് കാറ് കയറ്റിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കാറ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ കാറ് കയറുമ്പോഴേക്കും പൈപ്പ് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ വീട്ടിലേക്ക് കയറുവാണ്. ആ സമയത്ത് നമ്മുടെ മിത്ര എന്ന കഥാനായിക വരുന്നുണ്ട്. ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മിത്രേനെ. ആ സമയമാണ് നമ്മുടെ ആര്യൻ കുളിക്കാൻ പോകുന്നത്. കുളിക്കാൻ പോണ സമയത്ത് പെട്ടെന്ന് വെള്ളം നിന്ന് പോകണം. അമ്മേ, അതെ വെള്ളം നിന്ന് പോയെന്ന് പറയാണ്. അതെങ്ങനെ നിന്നു എന്ന് ബാലൻ ചോദിക്കുകയാണ്. പുറത്ത് പൈപ്പ് വെള്ളം പൊട്ടിയിട്ടുണ്ടാവുമോ എന്തോ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പോയി നോക്കുമ്പോഴേക്കും കാണുന്നത് അപ്പുറത്തെ വീട്ടിൽ ആരോ വന്നപ്പോഴേക്കും പൈപ്പ് പൊട്ടിയിരിക്കണം. ബാലനെ ആകെ പൊട്ടിത്തെറിക്കുവാട്ടോ. അപ്പുറത്തെ വീട്ടായിട്ട് അപ്പം തന്നെ വഴക്കുണ്ടാക്കുവാണ്. അതാണ് അപ്പോൾ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യസ്ഥ പെണ്ണ് കാണാൻ കൊണ്ടുവന്ന ആൾ പറയുന്നുണ്ട്, അയ്യോ ഇവിടുത്തെ കുട്ടീനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അവരറിയാണ്ട് അപ്പുറത്തോട്ട് പോയപ്പോൾ അറിയാണ്ട് ആ പൈപ്പ് ഒന്ന് പൊട്ടിപ്പോയതാണ്. ഇപ്പോൾ ബാലം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം, ആര്യനൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് കണ്ണും മൂക്കൊന്നും ഇല്ലേ, പൈപ്പുള്ളത് കണ്ടുകൂടെ, നിങ്ങൾക്ക് നോക്കി വന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അങ്ങനെ ആ പെണ്ണ് കാണുന്ന ചടങ്ങ് കുളം ആവണടുത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. ഇന്ന് ഷോർട്ട് റിവ്യൂ ആണ് പറഞ്ഞത്, പരസ്യമൊന്നും ഇല്ലാണ്ട് 30 മിനിറ്റ് ഫുള്ള് സീരിയലായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഫുള്ളായിട്ട് പറഞ്ഞ ആ കഥാപാത്രങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഷോർട്ട് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ സാന്ത്വനം 2 സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.